അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം നമ്മളിന്ന് ഒരു യാത്ര പോകുന്ന വീഡിയോ ആണ്. ഏതായാലും വെക്കേഷനാണല്ലോ. വെക്കേഷനൊക്കെ ആയിട്ട് നമ്മൾ എവിടെയാണ് പോണത്? എരുമേലി പേട്ടല്ലേ? പേട്ട എരുമേലിയില്ലേ? അവിടെയാട്ടോ. അവിടെ പോവാണ്. അപ്പോൾ നിസാമോള് എവിടെ ഇരിപ്പുണ്ട്. ഞാനുണ്ട്. കാറിലല്ല നമ്മൾ പോണത്, ബസ്സിലാണ് കേട്ടോ പോണേ. അപ്പോൾ അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ കുഞ്ഞുമ്മ ഉണ്ട് കേട്ടോ. കുഞ്ഞുമ്മയും നമ്മളിവിടെ ഉണ്ട്. അപ്പോൾ അപ്പോൾ പോണ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇന്നൊരു എൻഗേജ്മെൻറ്റാണ്. എൻഗേജ്മെൻറ്റിന് പോകണേ കേട്ടോ. അപ്പോൾ എൻ്റെ പുതിയ ഡ്രസ്സാണ്. പുതിയ ഡ്രസ്സ് ഇപ്പോൾ ഇങ്ങനെ ഇരുന്ന് കാണിച്ചാൽ കാണില്ല. ഞാൻ വേറെ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യാം കേട്ടോ. ഇന്നലെ നമുക്ക് ഒരു വീട് താമസമൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ മാമാടെ വീട്ടിൽ വീട് താമസമൊക്കെ ഉണ്ടായി. അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ പോകണം. അപ്പോൾ എന്തായാലും വെക്കേഷനാണ്. വെക്കേഷനായിട്ട് പിള്ളേർ എവിടെയെങ്കിലും പോകാമെന്നോ എപ്പോഴും പറയുമല്ലോ. എവിടെ പോകാനാ, ഒരു ടൂർ പോലെ ആയിട്ടുണ്ട് ഏതായാലും ഇത്. അപ്പം നമ്മൾ അതൊക്കെ കാണാം. ഇൻഷാല്ലാ വീഡിയോസൊക്കെ കാണാം കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് കുഞ്ഞുമാനെയൊക്കെ ആയിട്ട് പോവാട്ടോ. അപ്പോൾ ബസ് പെരുമ്പാവൂർ ആണ് കേട്ടോ വരുന്നത്. പെരുമ്പാവൂരിൽ നിന്ന് കുറച്ച് പേരും കൂടി ഉണ്ട്, ടൂറിസ്റ്റ് ബസ്. അപ്പോൾ അതിൽ കുറച്ച് പേര് കയറിയിട്ട് ഇനി നമ്മൾ കുറച്ച് പേര് ഇവിടെ എല്ലാവരും ഒത്തുകൂടി നിൽക്കാം കേട്ടോ. ഇനി അവിടെ നിന്നാണ് നമ്മളെല്ലാവരും ബസ്സിൽ കയറുന്നത്. ഇപ്പോൾ 2 ബസ്സാണുള്ളത്. ഒരു ബസ് ആലുവെന്നാണ് കേട്ടോ. ആലുവയിൽ നിന്ന് കുറേ പേരുണ്ട്. അങ്ങനെ പിന്നെ ഈ ബസ് 2 ബസ്സും ഒപ്പമാണ് നമ്മൾ പോകണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബസ്സിലൊക്കെ കയറിയിട്ടുണ്ട്. അതേ കുഞ്ഞുമായും നിയായും ആ സീറ്റിലുണ്ട്. ഞാനും നിസാമോളും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിൽ സീറ്റൊക്കെ ഒഴിവുണ്ട്. പക്ഷേ അവിടെ ആളുണ്ട് കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോൾ ആളൊക്കെ വരും. വേറെ സ്ഥലത്തുനിന്ന് ആൾ കയറാനുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പോയി കുറച്ച് ഭാഗം കഴിഞ്ഞപ്പോൾ എല്ലാവരും ഉറക്കമൊക്കെ ആയി തുടങ്ങി കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ പോയേക്കണത് 3 മണിയായപ്പോഴാണ് നമ്മൾ ബസ്സിൽ കയറിയേക്കണത് കേട്ടോ. പിന്നെ നമ്മൾ ചായ കുടിക്കാനായിട്ട് നിർത്തുന്നുണ്ട്. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും ഒന്ന് ഉഷാറായത് കേട്ടോ. ഇപ്പോൾ നമ്മൾ പോകുന്നത് എരുമേലിയാണ് കേട്ടോ. കാഞ്ഞിരപ്പള്ളി എരുമേലി ആ ഭാഗത്തേക്കാണ് പോകുന്നത് കേട്ടോ. അവിടെയാണ് പെണ്ണിൻ്റെ വീട്. ഞങ്ങൾ ചക്കൻ്റെ ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അവിടെയാണ് നമ്മളിപ്പോൾ എൻഗേജ്മെൻറ്റിനാണ് ഞങ്ങൾ പോണത് കേട്ടോ. കല്യാണം അല്ല, എൻഗേജ്മെൻറ്റാണ്. ഇനി 2 മാസം കഴിഞ്ഞിട്ടാണ് കല്യാണം. ഈ തീരുമാനം ഒരു നന്മയിലെത്തിക്കുമാറാകട്ടെ എന്ന് നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാം. താമസമിന വിവാഹിതരാകാൻ പോകുന്ന വധുവരന്മാരാകാൻ പോകുന്ന 2 പേരുടെയും നമ്മളുടെ എല്ലാവരുടെയും മക്കളായിട്ട് നമ്മൾ കാണുന്ന അവർക്ക് 2 പേർ ഒരു റബ്ബിൽആലമീൻ ഹംദയ്യു ആഫിനാഹു യുകാഫിന وأنت تفضل علينا بكل خير وأنت جعلنا من أهل الخير وأن تعاملنا يا مولانا معاملتك لأهل الخير وأن تحفظنا في ديننا أنفسنا. എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാറുണ്ട്. ഷിയ ഞാനൊക്കെ ആയിട്ട് നല്ല കമ്പനി ആവാൻ പറ്റിയ ഒരു കുട്ടിയാണ്. ഷിയ നമ്മുടെ ഫാമിലിയിലോട്ട് വരല്ലേ പുതിയ പെണ്ണുങ്ങളായിട്ട്. സോ വി ആർ സോ ഹാപ്പി ആൻഡ് വി ആർ വെൽക്കമിങ് യു. Hello everyone, I am Rumana. I am the one and only sister in the Lal family. I just entered the house before 5 minutes and I have been taken for interview. So I am very excited about Ankush Lal's marriage
And Aban Babs, welcome to the family and ready to suffer. But anyways, I am really happy for him. He is, very close to me. You guys are fighting always, you don't have any closeness and everything. But I am very confident to say we are extremely close. No matter how much we fight, we always come back together. And they are my pillars and I love them a lot. And I'm always happy that I can always... My brother is overtaking the conversation every time. Sometimes I tell Shia, please speak and counter. But it's okay, I'm always... Get together type ആയിരുന്നു ആദ്യമേ തന്നെ we came to know about each other very much and പിന്നെ എൻ്റെ brothers ആണെങ്കിലും they found a very a good person in him. His sister, she was also very a very good going person. ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു അവളോട് സംസാരിക്കാൻ. എനിക്കൊരു ആദ്യമായിട്ട് സംസാരിക്കുന്നതായിട്ടുള്ള ഒരു ഫീല് വന്നില്ല. എല്ലാം കൊണ്ടും they are very good family. I was very happy. ഒരു കുറച്ച് ദിവസത്തിന് ശേഷം we started talking to each other. പിന്നെ കുറേയൊക്കെ മനസ്സിലാക്കി. പിന്നെ മമ്മി വിളിക്കും, മമ്മി ഡാഡ എല്ലാവരും ഫാമിലി ദേ ഇൻക്ലൂഡഡ് മീ ഇൻ എവ്രിതിങ്. ആദ്യമേ തന്നെ അവരെന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാ കാര്യങ്ങളാണേലും ആൻഡ് ദേ ആർ വെരി ഹാപ്പി ആക്ച്വലി. എൻ്റെ ഭാര്യ ഇത് ഷഫ്ന ബീഗം, ഷഗി എന്ന് വിളിക്കും.
അങ്ങനെ നമ്മൾ എൻഗേജ്മെൻറ്റൊക്കെ കഴിഞ്ഞ് എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോരാണ് കേട്ടോ. പിന്നെ രാത്രിയാണല്ലോ, അപ്പോൾ ബസ്സിലൊക്കെ കയറി എല്ലാവരും ഒന്ന് കയറി കിടന്ന് ഉറങ്ങി. ഒത്തിരി സമയം ഉണ്ടല്ലോ എന്തായാലും പെരുമ്പാവൂരെത്താനായിട്ട്. അപ്പോൾ 2-3 മണിക്കൂർ എന്തായാലും ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ എൻഗേജ്മെൻറ്റൊക്കെ കഴിഞ്ഞ് കല്യാണം ഇനി 2 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.